എല്ലാവർക്കും സ്നേഹവന്ദനം. വചനപ്രഭാതം സന്തോഷമാണോ? എന്തെങ്കിലും ഭേദഗതികൾ വരുത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതൊരു കത്തായിട്ട് പൗരുഷനിലേക്ക് അയയ്ക്കുക. നിങ്ങൾക്ക് എന്തുമാത്രം പ്രയോജനം വരുന്നു എന്ന് അറിയിച്ചാൽ ഉപകാരമാണ്. പൗരുഷനിലേക്ക് അറിയിക്കുക. പിന്നെ കൂടുതൽ പേർക്ക് പങ്കുവെച്ചാൽ നല്ലതാണ്. ഇത് വചനം മാത്രമാണ്, തിരുവചനം മാത്രമാണ്. സാധാരണ ഒരു വചനപ്രഘോഷണത്തിന് 45 മിനിറ്റാണ്. എന്നാൽ പൗരുഷനിലെ ഒരു എപ്പിസോഡ് 25 മിനിറ്റാണ് സാധാരണഗതിയിൽ. എന്നാൽ ഇത് 5 മിനിറ്റാണ്, കൂടിപ്പോയാൽ 6 മിനിറ്റ്. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ഉറപ്പാണ്. ഇത് കൂടുതൽ പേർക്ക് പങ്കുവയ്ക്കണം. ഇന്നത്തെ വിഷയം പുതുസൃഷ്ടി. ഇന്നലത്തെ ചിന്ത ഓർമ്മയുണ്ടല്ലോ? ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ബാല്യത്തിലെ പാപങ്ങൾ, യൗവനത്തിലെ പാപങ്ങൾ എന്നോട് ഓർക്കരുതേ എന്ന് ഒരു മനുഷ്യൻ ബാല്യം കഴിഞ്ഞ് യൗവനം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പുറകോട്ട് നോക്കാനുള്ള പ്രവണത വർദ്ധിക്കും. മുമ്പോട്ട് പോകും തോറും പുറകോട്ട് നോക്കാനുള്ള പ്രവണത വർദ്ധിക്കും. 80 വയസ്സിന് ശേഷമുള്ള മനുഷ്യർക്ക് 20 വയസ്സിലെ ഓർമ്മകളെല്ലാം തിരികെ വരും. പഴയതെല്ലാം വരുന്നുണ്ട്, പുതിയതെല്ലാം മറക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം നമ്മുടെ ബാല്യകാലം നമ്മെ പിന്തുടരുന്നുണ്ട്. ഇവിടെ എന്താ പാസ്റ്റർ പരിഹാരം പറയാം. ഇത് സിൻസിയറായിട്ട് അപ്ലൈ ചെയ്താൽ വിജയിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14, 15, 16, 17. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 17-ാം വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി. അപ്പൊ യേശു ക്രിസ്തുവിൽ പുതുസൃഷ്ടി എന്ന മഹത്വമേറിയ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ എനിക്കിഷ്ടമാണ്. അതിനൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ സക്കായിയെ ഒത്തിരി ഇഷ്ടമാണ്. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശുവിൻ്റെ കൂടെ കൂടാനോ യേശുവിനെ പഠിക്കാനോ ശിഷ്യനാകാനോ ഒന്നുമല്ല, കാണാൻ ആഗ്രഹിച്ചു. ലൂക്കോസ് 19:1. യേശു ഇരിക്കുന്നിടത്ത് ചെന്നപ്പോൾ അസാധ്യ ക്രൗഡാണ്, ഭയങ്കര ജനക്കൂട്ടാണ്. ക്രൗഡ് പുള്ളർന്നൊക്കെ ഇപ്പം ഓരോരുത്തരെ വിളിക്കുന്നുണ്ടല്ലോ. യേശു അതിൽപ്പെട്ട ആളാണ്. അടുക്കാൻ പറ്റുകയില്ല. പിന്നെ നിന്നിടത്ത് നിന്നൊന്നും നോക്കാന്ന് വെച്ചപ്പോൾ ഇവന് തീരെ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ്. ലോകത്തിലെ മഹാന്മാരിൽ പലരും പൊക്കം കുറഞ്ഞവരാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പൊക്കക്കുറവൊരു പോരായ്മയല്ല. കുഞ്ഞുണ്ണി മാസ്റ്റർ പറയുന്നു, പൊക്കക്കുറവാണ് എൻ പൊക്കം. ഇപ്പൊ സക്കായിയെ കളിയാക്കണ്ട. വലിയ പൊക്കം ഉണ്ടായിട്ടും യേശുവിനെ കണ്ടില്ലെങ്കിൽ പൊക്കം കുറഞ്ഞ സക്കായി നിന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ്. അവൻ അവിടെ തിരിച്ചു പോന്നു. കാരണം എന്നെ കൊണ്ട് സാധ്യമല്ല. ഒരു ഐഡിയ പെട്ടെന്ന് അവന് കയറാവുന്ന സാധ്യതയുള്ളൊരു മരം റോഡ് സൈഡിലുണ്ടായിരുന്നു. അതൊരു കാട്ടത്തിയാണ്. അതിൽ കയറി. ചുരുക്കി പറഞ്ഞാൽ അവനിങ്ങനെ പലതും മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവിടെ വന്നു. നേരെ മേലോട്ട് നോക്കി. അപ്പം ഇവൻ ഇവിടുന്ന് പോയതും ആൾക്കൂട്ടം കാരണം തിരിച്ചു പോകുന്നതും എല്ലാം കാണുന്ന ഒരു കണ്ണാണ് കർത്താവ്. ഇവിടെ വന്നേച്ച് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങിയോ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് പാർക്കുന്നത്.
ഇവന് വന്ന മാറ്റം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലൂക്കോസ് 19 1, 2, 3, 4, 5, 6, 7, 8, 9. അവൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുന്നു. എന്താ കാര്യം? യേശു എന്ന കണ്ണാടിയിൽ നിന്നാൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കാണാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമാണ്, വചനമാണ് ക്രിസ്തു. ക്രിസ്തു എന്ന മിററിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഇന്നത്തെ പിക്ചറല്ല, ബാല്യത്തിലെ പിക്ചർ കാണാം. കൈക്കൂലി മേടിച്ചത് കാണാം, പാവപ്പെട്ടവനെ പീഡിപ്പിച്ചത് കാണാം, അർഹതപ്പെടാത്ത പണം വാങ്ങിയതിൻ്റെ കണക്കുകൾ തെളിഞ്ഞു വന്നു. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, കാരണം എൻ്റെ വസ്തുവയിൽ പാതി ദരിദ്രർക്ക് കൊടുത്താലും പാതി കൊണ്ട് കോടീശ്വരനായിട്ട് ജീവിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ചോദ്യം, എന്നിട്ട് എന്തേ ഇപ്പം അങ്ങനെയൊക്കെ കാണാത്ത? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ക്രിസ്തുവിലാകുന്നതിനേക്കാൾ ക്രിസ്ത്യാനിയാകുന്നവരുടെ എണ്ണമാണ് വർദ്ധിച്ചു വരുന്നത്. ക്രിസ്തു മതത്തിലോട്ട് ചേരുന്നേ ഉള്ളൂ, ക്രിസ്തുവിലാകുന്നില്ല. അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ മതയാനി എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ക്രിസ്തു മതത്തിൻ്റെ അനുയായി. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കാൻ ഞാൻ നിങ്ങളെ ഇന്ന് രാവിലെ സമ്മർദ്ദം ചെലുത്തുകയാണ്. നമ്മൾ ഈ അവിടെ എവിടെയും കേൾക്കുന്നത് കാണുന്ന ഒന്നും വിശ്വസിക്കണ്ട. നമുക്ക് വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ പറ്റും. നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാൻ പറ്റും, പുതിയ ജീവിതം നയിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിലായാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇത് മൂന്നും കഴുകി ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുമെന്ന് സക്കായി നമ്മോട് പറയുന്നു. അതിനായിട്ട് ഇന്ന് നിങ്ങൾ സമർപ്പിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.